നമസ്കാരം. അതിഥിയെ ദൈവത്തെ പോലെ കാണുന്ന ആർഷഭാരത സംസ്കാരമാണ് നമ്മുടേത്. രാജ്യത്തേക്ക് വരുന്നത് സന്യാസിയാകട്ടെ ചെകുത്താനാകട്ടെ അതിഥി എന്ന ഭാവത്തിൽ ഒരേ മനോഭാവത്തോടു കൂടി സ്വീകരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന മോദിയുടെ ഇന്ത്യയിൽ പുടിൻ വരുമ്പോൾ അത് പുതിയ ഒരു യുഗത്തിന്റെ തുടക്കം കൂടിയാണ്. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം യൂറോപ്യൻ രാജ്യങ്ങളെ അസ്വസ്ഥരാക്കുന്നു എന്നതിന്റെ സൂചനയായി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിന് കാരണം വ്ളാഡിമിർ പുടിൻ ആണെന്നാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ പ്രസ്താവിച്ചിരിക്കുന്നത്. പുടിന്റെ 2 ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിന് മുൻപായി ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ അംബാസിഡർമാരോടൊപ്പം പ്രസിദ്ധീകരിച്ച സംയുക്ത ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് സമാധാനം വരണമെന്ന് റഷ്യ ഗൗരവമായി ആഗ്രഹിക്കുന്നില്ല എന്നും യുദ്ധക്കുറ്റങ്ങളിൽ ഏർപ്പെടുകയാണ് എന്നുമാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ലേഖനം വലിയ വിവാദമായിരിക്കുകയാണ്. വിദേശ നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യയെ അപമാനിക്കുകയാണെന്നും ഇന്ത്യയുടെ കാര്യങ്ങളിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തുകയാണ് എന്നുമുള്ള ആരോപണം ശക്തമാകുന്നുണ്ട്. ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ലിൻഡി കാമറൂൺ, ജർമ്മൻ അംബാസിഡർ ഫിലിപ്പ് അക്കർമാൻ, ഫ്രഞ്ച് അംബാസിഡർ തിയറി മത്താവു എന്നിവർ ഒപ്പിട്ട് നൽകിയ ലേഖനത്തിൽ പറയുന്നത് പ്രകോപനമില്ലാതെ ഒരു അധിനിവേശം നടത്തുകയാണ് റഷ്യ എന്നാണ്. ഒരുപക്ഷെ നാളെ അത് അവസാനിച്ചേക്കാം എന്നും അവർ പറയുന്നു. വകതിരിവില്ലാതെ കടുത്ത ആക്രമണത്തിന് നീതിക്ക് നിരക്കാത്ത ഈ യുദ്ധത്തിൽ റഷ്യ കാഴ്ചവെക്കുന്നതെന്ന് അവർ ആരോപിക്കുന്നു. പലയിടങ്ങളിലും അവർ സിവിലിയൻ ആവാസ വ്യവസ്ഥയെ ഉന്നം വയ്ക്കുന്നു. വീടുകളും ആശുപത്രികളും സ്കൂളുകളുമെല്ലാം തകർക്കുന്നു. ലേഖനം ഇങ്ങനെയാണ് തുടരുന്നത്: സമാധാനത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നവർ ഒരിക്കലും ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടാറില്ല എന്നും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ യുദ്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേയൊരു രാജ്യം റഷ്യ മാത്രമാണ് എന്നും അവർ ലേഖനത്തിൽ ആരോപിക്കുന്നു. പുടിന്റെ സന്ദർശനത്തിന് തൊട്ടു മുൻപായി ഇത്തരത്തിൽ വെറുപ്പ് പരത്തുന്ന ഒരു ലേഖനം എഴുതിയത് നയതന്ത്ര മര്യാദകളുടെ ലംഘനമാണ് എന്ന് മുൻ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി കൻവാൽ സിബൽ പറഞ്ഞു. ഇന്ത്യ അവരുടെ ഉറ്റ സുഹൃത്തായ ഒരു രാജ്യവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ മൂന്നാമതൊരു രാജ്യത്തിന് ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല എന്നും ഇത് നയതന്ത്രപരമായ ഒരു അപമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിലുള്ള കടന്നുകയറ്റമാണ്. മാത്രമല്ല, ഇന്ത്യയിലെ യൂറോപ്യൻ അനുകൂല വിഭാഗങ്ങൾക്കിടയിൽ റഷ്യൻ വിരോധം കുത്തിവെക്കാനുള്ള നടപടി കൂടെയാണെന്നും സിബൽ ആരോപിക്കുന്നുണ്ട്. അതിനെല്ലാം പുറമെ ഇന്ത്യയുടെ റഷ്യയുമായുള്ള ബന്ധത്തിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യുന്ന നടപടി കൂടിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രാൻസിലെയും റഷ്യയിലെയും അംബാസിഡറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള സിബൽ നയതന്ത്ര പ്രതിനിധികൾ പ്രചരണങ്ങൾ നടത്താൻ അമിതാവേശം കാണിക്കുകയാണ് എന്നും കുറ്റപ്പെടുത്തി. നയതന്ത്ര മര്യാദകൾ ലംഘിച്ച ഈ സംഭവത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കടുത്ത ഭാഷയിൽ അപലപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം പാശ്ചാത്യ ശക്തികൾ റഷ്യയെ യുക്രൈൻ അധിനിവേശത്തിന് നിർബന്ധിതമാക്കുകയായിരുന്നു എന്ന റഷ്യൻ വ്യാഖ്യാനമായിരുന്നു മുൻ ഇന്ത്യൻ വിദേശ ഇന്റലിജൻസ് മേധാവി വിക്രം സൂദ് പറഞ്ഞത്. കിഴക്കൻ യൂറോപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല എന്ന അമേരിക്കയുടെ ഉറപ്പ് ലംഘിച്ച് നിരവധി കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ നാറ്റോയിൽ ചേർത്തതാണ് യുദ്ധത്തിന് കാരണമായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പച്ചവെള്ളം കുടിക്കുന്ന ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനും വ്യക്തമായി മനസ്സിലാകും ഇത് മോദിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി, ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് എന്നുള്ളത്. എന്നാൽ ഇത്തരം ഭീഷണികളിൽ ഒന്നും തറപറ്റിപ്പോകുന്ന രാജ്യമല്ല ഇന്ന് ഇന്ത്യ. കാരണം മോദിയുടെ കൃത്യമായ ദീർഘവീക്ഷണമുള്ള ചിന്തയും അതിനു തക്ക പ്രവൃത്തികളുമാണ്. മറ്റൊരാളുടെ തലച്ചോറിന് അനുസൃതമായല്ല ഇന്നത്തെ ഇന്ത്യ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുട്ടാമ്പോക്കു ന്യായങ്ങളിലൊന്നും ഇന്ത്യക്ക് അടിതെറ്റില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം നയിക്കുന്നത് മോദിയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച